ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാളെ ജാനുവരി 18 വ്യാഴാഴ്ച അഷ്ടമി തിഥിയാണ്. ഈ അഷ്ടമി തിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ അഷ്ടമി തിഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബനാദ അഷ്ടമിയാണ്. നമ്മൾ സാധാരണ കേരളത്തിലുള്ളവർ ഈ തരത്തിലുള്ള അഷ്ടമി കേട്ടിട്ടില്ല. പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമിയാണ് ബനാദ അഷ്ടമി. അന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ബ്രഹ്മ മഹാമായയുടെ മഹാദേവിയുടെ ഒരു രൂപമാണ് ശാകംഭരി രൂപം. ശാകംഭരി രൂപത്തിലാണ് അന്ന് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. ഭുവനേശ്വരി എന്നും ബനശങ്കരി എന്നും ദേവിക്ക് മറ്റ് പേരുകളുണ്ട്. ശാകംഭരി ദേവിക്ക് ഭുവനേശ്വരി എന്നും ബനശങ്കരി എന്നും പേരുകളുണ്ട്. ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അതായത് ജാനുവരി 25 വ്യാഴാഴ്ച പൂർണിമ ദിവസം, അതായത് പൗർണമി ദിവസമാണ് ഈ ആഘോഷങ്ങൾ തീരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരാഴ്ച ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു വലിയ ഒരു ഏകാദശി വരുന്നുണ്ട്. അതിനേക്കാൾ വലിയ പ്രത്യേകതയുള്ള മഹാദ്വാദശി വരുന്നുണ്ട്. ആ മഹാദ്വാദശി ദിവസമാണ് നമുക്കറിയാം അയോധ്യയിലെ പ്രതിഷ്ഠാദിനം. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഒരു മാസമാണ് അല്ലെങ്കിൽ ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ഈ പൗഷമാസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പുതിയ കാര്യം തുടങ്ങുന്നതിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ തുടങ്ങുക, ഈ പൗഷമാസത്തിൽ തന്നെ തുടങ്ങുക. പ്രത്യേകിച്ച് ഈ ആഴ്ച തന്നെ തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അത് വളരെ വിജയത്തെ കാണിക്കും. നമുക്കത് വലിയ ഫലവത്താകുമെന്നാണ് പറയുന്നത്, എന്തെങ്കിലും നമ്മളൊരു കാര്യം തുടങ്ങുന്നതിനൊക്കെ. അപ്പം നമ്മൾ ആരാണ് ശാകംഭരി ദേവി? അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ ദേവിയാണ് ശാകംഭരി ദേവി. ഒരു കഥയുണ്ട്. ദുർഗമാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ്റെ ദുഷ്പ്രവർത്തികളോ മൂലം ഭൂമിയിൽ വളരെയധികം വരൾച്ച ഉണ്ടായി. മഴ പെയ്യുന്നേയില്ല. അങ്ങനെ ഭൂമി വരണ്ടു. അപ്പോൾ വരളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൃഷികളെല്ലാം നശിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ വസിക്കുന്ന ഋഷിമാർക്കും മനുഷ്യർക്കുമൊക്കെ വലിയ ദാരിദ്ര്യം, പട്ടിണി ഉണ്ടാകുന്നു. അവർക്ക് ആഹാരം കഴിക്കാൻ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ദേവർഷികളുടെയും മനുഷ്യരുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദേവി ശാകംഭരി രൂപത്തിൽ അവതരിക്കുന്നു. അങ്ങനെ ദേവി ദുർഗമാസുരനെ വധിക്കുകയും ദേവിയുടെ ആ അനുഗ്രഹത്തിൻ്റെ ഫലമായി ഭൂമിയിൽ മഴ പെയ്യുകയും അങ്ങനെ വീണ്ടും നശിച്ചുപോയ ഭൂമിയിൽ കൃഷികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം പച്ചക്കറികളൊക്കെ കൈകളിലേന്തിയ, പഴവർഗ്ഗങ്ങളൊക്കെ കൈകളിലേന്തിയ ദേവിയുടെ ശരീരത്തിന് നീല കളറാണ്. ദേവിയുടെ കണ്ണുകൾക്ക് നീല താമരകൾ പോലെയുള്ള കണ്ണുകളാണ് ദേവിക്കുള്ളത്. അങ്ങനെയാണ്, താമരയിലാണ് ദേവി വസിക്കുന്നത്. ശിവവിശ്വാസപ്രകാരം, അതായത് ശൈവ വിശ്വാസപ്രകാരം ജീവിക്കുന്ന മനുഷ്യരും വൈഷ്ണവ വിശ്വാസപ്രകാരം ജീവിക്കുന്ന മനുഷ്യരുമെല്ലാം ഒരേപോലെ തന്നെ ഈ ശാകംഭരി ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. ദേവി ഭാഗവതത്തിൽ ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ടിട്ട് ദേവിയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീര് പ്രവഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്യാഴാഴ്ച ദിവസം, നാളെ മുതൽ 25 വ്യാഴാഴ്ച പൗർണമി ദിവസം വരെ ദേവിയെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ, അതായത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന, അതാത് സീസണുകളിൽ ലഭിക്കുന്ന പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്, രാവിലെ കത്തിക്കുന്നെങ്കിൽ രാവിലെ, അതല്ല വൈകുന്നേരം മാത്രമേ കത്തിക്കുന്നുള്ളെങ്കിൽ അപ്പോൾ, ഇനി 2 നേരവും കത്തിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തോ അല്ലെങ്കിൽ 2 സമയത്തോ നമ്മളുടെ സൗകര്യം പോലെ നിങ്ങൾ ഒരു നേരമെങ്കിലും ആ ഒരു പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി ഭഗവതിയുടെ മുമ്പിൽ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. എന്തായാലും എന്തെങ്കിലും ഒരു തക്കാളിയെങ്കിലും നമ്മുടെ വീട്ടിൽ കാണും, ഇല്ലേ? ഇല്ലെങ്കിൽ ഒരു പച്ചമുളകെങ്കിലും കാണും. അതൊന്ന് വൃത്തിയായിട്ട് കഴുകി ഭഗവതിയുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ
നമുക്ക് പട്ടിണിയില്ലാതെ നമ്മുടെ അടുക്കള എപ്പോഴും നിറഞ്ഞിരിക്കുന്ന രീതിയിൽ തരണമേ, ആ രീതിയിൽ അമ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം ദേവിയുടെ മറ്റു പേരുകളാണ് ഭുവനേശ്വരി, ബനശങ്കരി. ഉത്തർപ്രദേശിൽ സഹരൻപൂർ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. അവിടെ ദേവിയുടെ ഈ ശാകംഭരി ദേവിക്ക് ക്ഷേത്രമുണ്ട്. 51 ശക്തിപീഠങ്ങളിൽ ഒരു ശക്തിപീഠമാണ് ഈ ക്ഷേത്രം, ഈ ഉത്തർപ്രദേശിലുള്ള സഹരൻപൂർ ജില്ലയിലുള്ള ക്ഷേത്രം. അപ്പോൾ എത്രത്തോളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. കർണാടകയിലുമുണ്ട്. ബാഗൻകോട്ട് എന്ന് പറയുന്ന ജില്ലയിലാണ് ആ ക്ഷേത്രമുള്ളത്. അപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ഈ ശാകംഭരി ദേവി. 7 പ്രധാനപ്പെട്ട ദേവതകളുണ്ട്. ആ ദേവതകളിൽ ഒരു ദേവിയാണ് ശാകംഭരി ദേവി. ഭഗവതി, ദുർഗാ ഭഗവതിയുടെയും ഒരു അംശാവതാരം തന്നെയാണ്. അതുകൊണ്ടാണ് വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചും ശൈവ സമ്പ്രദായം അനുസരിച്ചും ഉള്ള ആളുകളെല്ലാം തന്നെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വിളക്ക് കത്തിച്ചു വെച്ച് ദേവിയെ വിളിച്ച് നമ്മുടെ ഈ പ്രസാദം, എന്തെങ്കിലും ഒരു നൈവേദ്യം, അതായത് നമ്മുടെ കയ്യിൽ പഴമാണെങ്കിൽ എന്തെങ്കിലും ഒരു പഴങ്ങൾ വെക്കുക. അതല്ല നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഏതാണോ അതൊരു പാത്രത്തിലാക്കി വൃത്തിയായിട്ട് കഴുകി നിങ്ങൾക്ക് വെച്ച് ഓം ശാകംഭരി ദേവിയെ നമ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു 108 തവണ നിങ്ങൾക്ക് ജപിക്കാം. അല്ലെങ്കിൽ ഓം ഭുവനേശ്വരിയെ നമ എന്ന് നിങ്ങൾക്ക് ജപിക്കാം. അതല്ലെങ്കിൽ ഓം ബനശങ്കരിയെ നമ എന്ന് നിങ്ങൾക്ക് ജപിക്കാം. അതല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കാം. അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, എങ്ങനെയായാലും എന്തെങ്കിലും രീതിയിൽ ഈ ദേവിയുടെ രൂപം മനസ്സിൽ കണ്ട് നിങ്ങൾ ഈ ഒരാഴ്ചക്കാലം, അതായത് 25-ാം തീയതി പൗർണമി ദിവസം വരെ ഇതേ രീതിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും. നമുക്കിപ്പം ഒരു നല്ല ഉടുപ്പില്ല, അതല്ലെങ്കിൽ നമുക്കിപ്പം വലിയ കാര്യങ്ങൾക്കൊന്നും പണമില്ല, ആഡംബര പൂർണ്ണമായ ജീവിതത്തിന് പണമില്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഭക്ഷണം കഴിക്കാതെ, ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അതല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അന്നം മുട്ടാതിരിക്കാനും, അതുപോലെ ഈ ലോകത്തിന് അന്നം മുട്ടാതിരിക്കാനും, ഈ രാജ്യത്തിന് അന്നം മുട്ടാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യുക? ദേവിയുടെ ഈ ശാകംഭരി രൂപത്തെ പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ ഭുവനേശ്വരി രൂപത്തെ പ്രാർത്ഥിക്കുക, ബനശങ്കരി രൂപത്തെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും. ഇതെല്ലാം ദേവിമാരെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളിങ്ങനെ ഓരോ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം തീർച്ചയായിട്ടും നിങ്ങൾ സൽമാർഗത്തിലിരിക്കുക, ദൈവനാമത്തിലിരിക്കുക, പരമാവധി സമയം പ്രാർത്ഥിക്കുക. ഈ ഒരാഴ്ച ദേവിയെ പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഭഗവാനെയും പ്രാർത്ഥിക്കുക. കാരണം ദേവിയും ദേവനും കൂടി ചേർന്നാലേ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ. ഭഗവാൻ നാരായണനാണ് പരിപാലകൻ. അതായത് നമുക്ക് സമ്പത്ത്, ഇപ്പം മഹാലക്ഷ്മി ആയാലും ഭുവനേശ്വരി ആയാലും ആരായാലും നമുക്ക് സമ്പത്ത് തരും. ഈ സമ്പത്തിന് വേണ്ടി നമ്മൾ അവരെ പ്രാർത്ഥിക്കും. സമ്പത്തെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഏത് തരത്തിലുള്ള സമ്പത്തുകളാണ്? അഷ്ടലക്ഷ്മികളാണ് അല്ലേ? ധനധാന്യ സമൃദ്ധികൾ വേണം. പണമല്ല സമ്പത്തെന്ന് പറഞ്ഞാൽ, പണം മാത്രമല്ല. നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, അതൊരു സമ്പത്താണ്. അതുപോലെ നമുക്ക് മുട്ടില്ലാത്ത ഭക്ഷണ സാമഗ്രികൾ ഉണ്ടാകണം, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണം, വിദ്യ ഉണ്ടാകണം. ഇതെല്ലാം നമ്മുടെ സമ്പത്താണ്. ഈ സമ്പത്തുകളെല്ലാം നമുക്ക് അഷ്ടലക്ഷ്മിമാർ അല്ലെങ്കിൽ ഭഗവതി തരുമ്പോൾ നമുക്ക് ഈ സമ്പത്തുകൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ ഇത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനും നമ്മളെ പരിപാലിച്ചു പോകുന്നതിനും നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഭഗവാൻ നാരായണനാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഭഗവാൻ നാരായണനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലേ? അപ്പോൾ മഹാവിഷ്ണുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആ രൂപത്തിൽ പ്രാർത്ഥിക്കുക. രാമനായാലും കൃഷ്ണനായാലും എല്ലാം ഭഗവാൻ നാരായണനാണ്. അപ്പോൾ നമ്മൾക്കറിയാം അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുകയാണ്, പ്രാണപ്രതിഷ്ഠ. അത് മഹാദ്വാദശി ദിവസമാണ്. നമ്മളോട് പലരും നമ്മൾ ഏകാദശി എടുക്കുന്ന സമയത്ത് പല സംശയങ്ങളും ചോദിച്ചിരുന്നു. ചില ദിവസങ്ങൾ, അതായത് ഈ തൃപ്രയാർ ഏകാദശി പോലുള്ള ഏകാദശികൾക്കൊക്കെ രാവിലെ ഏകാദശി അങ്ങ് തീരും, 8-8:30 മണിയാകുമ്പോൾ ഏകാദശി തിഥി തീരും. പിന്നെ വരുന്നത് മഹാദ്വാദശിയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, രാവിലെ കുറച്ച് നാഴികയല്ലേ ഉള്ളൂ ഏകാദശി, പിന്നെ മൊത്തം മഹാദ്വാദശിയാണല്ലോ, പിന്നെ എന്തിനാണ് അന്നത്തെ ദിവസം നമ്മൾ ഏകാദശിയായിട്ട് കണക്കാക്കി എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞതാണ്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേരുന്നു വരുന്ന ആ ദിവസത്തിന് വളരെ വളരെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഏകാദശിയുടെ പിറ്റേ ദിവസവും നിങ്ങൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം, മീൻകടയിലേക്കൊന്നും ഓടരുത് എന്ന് പലപ്പോഴും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഏകാദശി എടുത്തു കഴിഞ്ഞിട്ട് ആ ഏകാദശി തിഥി അവസാനിച്ചിട്ടും വരുന്ന മഹാദ്വാദശി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏകാദശിയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ ഏകാദശിയോളം തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് പിറ്റേ ദിവസവും നമ്മൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം, പ്രാർത്ഥനയിൽ ഇരിക്കണം എന്ന് പറയുന്നത്. പലരും ഏകാദശി വ്രതം എടുക്കുന്നു, എന്നിട്ട് ആ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം ആ വ്രതം കഴിഞ്ഞു എന്ന മട്ടിലിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആ 3 ദിവസങ്ങൾ നമ്മൾ ഭംഗിയായി തന്നെ ഇരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഏറ്റവും ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് പോലും ഏത് ദിവസമാണ്? മഹാദ്വാദശി ദിവസമാണ്. അപ്പോൾ അത്രത്തോളം പ്രത്യേകത അല്ലെങ്കിൽ അത്രത്തോളം ഐശ്വര്യമുള്ള ഒരു ദിനമാണ് മഹാദ്വാദശി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഒരാഴ്ച എന്ന് പറയുന്നത് ഭഗവതിക്കും ഭഗവാനും വേണ്ടി മാറ്റിവെക്കാം. രാമനായാലും കൃഷ്ണനായാലും എല്ലാം ഒന്നു തന്നെയാണെന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുപാട് മന്ത്രജപങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും രാജ്യം മുഴുവൻ നടക്കുന്ന സമയമാണ്. അത് നിങ്ങൾ ആലോചിക്കുക. അഖണ്ഡനാമം എന്ന് പറയുന്നത് വളരെ വളരെ ഈ കലിയുഗത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പൂജകളായാലും ഒരുപാട് പ്രാർത്ഥനകളായാലും നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ആ പ്രാർത്ഥനകളിൽ നമ്മളും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലം പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നത്? ഉച്ചത്തിൽ കൂട്ടമായി ശരണം വിളിക്കുന്നത്. ആ ശരണം വിളിക്ക് എന്താണ്? വലിയ വലിയ സിദ്ധിയാണ്, വലിയ വലിയ അനുഗ്രഹമാണ്, വലിയ വലിയ ഫലസിദ്ധിയാണ് തരുന്നത്. അതുകൊണ്ടാണ് തിരുപ്പതി പോകുമ്പോഴും എന്ത് ചെയ്യുന്നത്? ആളുകൾ ഉച്ചത്തിൽ എന്ത് ചെയ്യുന്നു? കൂട്ടത്തോടെ ഗോവിന്ദ എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ ആ നാമത്തിന് അല്ലെങ്കിൽ ആ ഭഗവത് നാമത്തിന് വളരെ വളരെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ മലമുകളിലിരിക്കുന്ന ദേവന്മാർക്ക് വലിയ ശക്തിയുണ്ടെന്ന് പറയുന്നത്. കാരണം അവിടേക്ക് എത്തപ്പെടാൻ തന്നെ സാധാരണ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വ്രതങ്ങൾ എടുത്തിട്ടാണ് അല്ലെങ്കിൽ മല ചവിട്ടിയാണ്, പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. മനുഷ്യരൊരു അത്രയും ഒരു സ്ട്രഗിൾ എടുത്തിട്ടാണ് അവിടേക്ക് പോകുന്നത്. അപ്പോഴേക്കും തന്നെ ആ മനുഷ്യൻ്റെ മനസ്സും ശരീരവും അതുമായി പാകപ്പെടും. അങ്ങനെ അവർ ഉറക്കെ വിളിക്കുമ്പോൾ, കൂട്ടത്തോടെ ഉറക്കെ വിളിക്കുമ്പോൾ അതിൻ്റേതായ ഫലസിദ്ധി കൈവരും. അതുകൊണ്ട് ഈ ഒരാഴ്ച നിങ്ങൾ രാഷ്ട്രീയമൊക്കെ മറക്കുക, എന്നിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പൂജകൾ നടക്കുന്നുണ്ട്, ഒരുപാട് മന്ത്രോച്ചാരണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നാമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ശാകംഭരി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കാം. കാരണം അന്നം മുട്ടിയാൽ തീർന്നു. അതുകൊണ്ട് അന്നം മുട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും ആഹാരം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അടുക്കളയിൽ എല്ലാം സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി ശാകംഭരി ദേവിയെ വിളിച്ചു പ്രാർത്ഥിക്കാം, ഭുവനേശ്വരി ദേവിയെ വിളിച്ചു പ്രാർത്ഥിക്കാം, ബനശങ്കരി രൂപത്തിൽ ദേവിയെ പ്രാർത്ഥിക്കാം. ഓം ഭുവനേശ്വരിയെ നമ എന്ന് 108 തവണ നമുക്ക് ജപിക്കാം, അല്ലെങ്കിൽ ഓം ബനശങ്കരിയെ നമ എന്ന് 108 തവണ നിങ്ങൾക്ക് ജപിക്കാം. അതല്ലാതെ നമുക്ക് ഓം ശാകംഭരി ദേവിയെ എന്ന് 108 തവണ ജപിക്കാം. അക്കൂട്ടത്തിൽ ഭഗവാൻ നാരായണയെയും വിളിച്ചു പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ നമ്മൾ ആലോചിക്കുക, ദേവിയുടെ ക്ഷേത്രം 51 ശക്തിപീഠങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഉത്തർപ്രദേശിലുള്ളത്. അതുപോലെ കർണാടകയിലുള്ളതും ശക്തിപീഠങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അത്രത്തോളം അത്ഭുത സിദ്ധിയും അത്രത്തോളം ശക്തിമത്തുമാണ് ദേവിയുടെ ഈ രൂപമെന്ന് നമ്മൾ ആലോചിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ
എന്തിനാണ് എപ്പോഴും ഈ 108 തവണ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു നാമം ജപിക്കാൻ പറയുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും അത് പോയി കാണണം. 108 എന്ന ആ ഒരു സംഖ്യയ്ക്ക് എന്താണ് ഇത്രയും പ്രത്യേകത എന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും, ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ കഥകളൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് കേൾക്കുകയും വേണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.